അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിൾ ടൂൾ ഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരു ഡയഗണൽ ലൈൻ വന്നിട്ടുള്ളതായിട്ട്. ഇതിന് മാറ്റുമ്പോൾ ആ ഡയഗണൽ ലൈൻ ആബ്സെൻ്റ് ആവും. ഇവിടെ വരുമ്പോൾ തിരിച്ച് നമ്മൾ മൗസ് ഹോവർ ചെയ്യുമ്പോൾ ഡയഗണൽ ലൈൻ പ്രസൻ്റ് ആവും. ഇതിനർത്ഥം ഇതിപ്പോൾ ഷേപ്സിൻ്റെ എഡിറ്റിംഗ് മോഡിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഷേപ്സിൻ്റെ എഡിറ്റിംഗ് മോഡ് ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ടൂൾ ഇവിടെ ആക്റ്റീവ് ആകും. ഇത് ഫസ്റ്റ് കാണുന്നത് നമ്മളെ മൂവ് ടൂൾ തന്നെയാണ്. പിന്നെ ലാസോ ടൂള്, ഷേപ്പ് ബിൽഡർ ടൂള്, പെയിൻറ്റ് ടൂള്, പിന്നെ ബെൻഡ് ടൂള്. ഞാനിപ്പോൾ ഈ മൂവ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടുത്തെ ഒരു ബ്ലൂ കളർ നോഡ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നതായിട്ട്. നമുക്ക് ഈ ഒരു നോഡിനെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം, ഇതുപോലെ മാറ്റാം. അപ്പോൾ എവിടെയൊക്കെ നോഡുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മാറ്റാൻ സാധിക്കും. പക്ഷേ നമുക്ക് സെൻട്രൽ ലൈൻ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് മൊത്തത്തിലായിരിക്കും സെലക്ട് ആവുന്നത്. നമ്മളെ മൗസ് വെറുതെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ട്രയാങ്കിളിൻ്റെ ലൈനിൻ്റെ പോയിന്റിലെത്തുമ്പോൾ വൈറ്റ് സർക്കിൾ കാണിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നോഡ് ക്രിയേറ്റ് ആവും. ഈ നോഡിനെ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ആ നോഡ് ഇപ്പോൾ നോക്കിക്കേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെറുതെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ട്രയാങ്കിൾ വേറൊരു ഷേപ്പായി മാറിയില്ലേ? താഴെ നമുക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇതുപോലെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ഷേപ്പായി മാറി. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ കോർണർ റേഡിയസ് കൊടുക്കാൻ സാധിക്കും. അതിന് മൊത്തത്തിൽ ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ മിക്സഡ് വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ കോർണർ റേഡിയസിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുത്താൽ മതി. 100 കൊടുക്കുകയാണ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് കോർണർ റേഡിയസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ എമൗണ്ട് കൂട്ടി കൊടുക്കാം. ഒരു 500 കൊടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കോർണർ റേഡിയസ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള 3 ടൂള് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനിയുള്ളത് ബെൻഡാണ്. ബെൻഡ് ടൂളാണ്. ഈ ബെൻഡ് ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു നോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് 2 ഹാൻഡിൽ മുകളിലും താഴെ ഇതുപോലെ കിട്ടും. ഈ 2 ഹാൻഡിൽ വെച്ച് നമുക്ക് ഷേപ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് ഈ ഹാൻഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ല, ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്സ് ഇവിടെ വേറൊരു ഷേപ്പിലേക്ക് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ പർട്ടിക്കുലർ പോയിന്റ് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ മൂവ് ടൂൾ സെലക്ട് ചെയ്യുക, ഈ നോഡൊന്ന് സെലക്ട് ചെയ്യുക, താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഷേപ്പിലേക്ക് അത് വന്നു. ഇവിടെ നോക്കുക, നമ്മൾ ഈ ഒരു ഹാൻഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്താണ് നമ്മൾ ഡ്രാഗ് ചെയ്യണമെങ്കിൽ നമ്മളത് ഈക്വലായിട്ട് മൂവ് ചെയ്യും. മുകളിലും താഴെയും ഈക്വലായിട്ടാണ് മൂവ് ചെയ്യണത് അല്ലേ? സൈഡ് ആക്കി കഴിഞ്ഞാൽ ഈക്വലായിട്ടല്ലേ മൂവ് ആവുന്നത്. ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഹാൻഡിലിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെത്തിരിഞ്ഞ് അതുപോലെ ആദ്യം ഈ ഹാൻഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യും. രണ്ടാമതാണ് ഓൾട്ട് പ്രസ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ ആകത്തുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മൾ ഈ ഒരു നോഡിനെ പർട്ടിക്കുലർ നോഡിൽ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. മിററിങ്ങിൽ 3 ഓപ്ഷൻ കാണും. നോ മിററിങ്, മിറർ ആംഗിൾ ആൻഡ് മിറർ ലെങ്ത്. ഈ മിററിങ്ങിൽ നോക്കുക, ഞാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ഈ സൈഡിലുള്ള ഈ ഭാഗം മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ ഹാൻഡിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ സെലക്ട് ചെയ്തത് ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ നോഡിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഭാഗം വർക്കാവത്തില്ല. അതായത് ആ ഷേപ്പിന് ഒരു മാറ്റവും വരില്ല. മിറർ ആംഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി പോകണം, ഇത് ഒരു സൈഡ് മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഡയഗണലിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും വർക്കാവും.
നമ്മളിതിനെ വലിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് വലിച്ചു പോയി കഴിഞ്ഞാൽ ആ സൈഡ് മാത്രമേ വർക്കാവുള്ളൂ. പക്ഷേ നമ്മൾ ഒന്ന് തിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡും ഈ നോഡിൻ്റെ അപ്പുറത്തെ സൈഡ് വർക്കാവും ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ നോ മിററിങ്ങിൽ അതും സാധിക്കുന്നതല്ല. മിറർ ആംഗിൾ ആൻഡ് ലെങ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോഡ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കിക്കേ, രണ്ട് സൈഡും ഈക്വലായിട്ട് വർക്കാവും. കണ്ടില്ലേ, നോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഒരേ സൈഡ് വർക്കാവുന്നില്ലേ. അപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു 3 ഓപ്ഷൻ വെച്ചായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു കർവ് കൊടുത്തു അല്ലേ, ഇതാണ് നമ്മൾ കർവ്. ഈ കർവിൻ്റെ പോയിൻ്റ് നമുക്കിവിടെ കർവ് വേണ്ട, പഴയതുപോലെ ആക്കണമെങ്കിൽ ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ആ നോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് പഴയതുപോലെ ആയിട്ടുണ്ട്. തിരിച്ച് കർവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കർവിൻ്റെ ഓപ്ഷൻ കിട്ടും. കണ്ടല്ലേ, തിരിച്ച് കർവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൺട്രോൾ പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഹാൻഡിലൂടെ കാണും. ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ. കൺട്രോൾ പ്രസ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഇപ്പോൾ അത് കർവായി. ഒന്നുകൂടെ കൺട്രോൾ പ്രസ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, തിരിച്ച് അത് പഴയതുപോലെ ആയി. ഇപ്പോൾ നമ്മൾ ഷേപ്പ് ടൂളിൻ്റെ എഡിറ്റിംഗ് മോഡിലാണ് നിൽക്കുന്നത് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് വെളിയിൽ പോകാൻ എന്താ ചെയ്യേണ്ടേ? ഇപ്പോൾ ഈ ടൂളെല്ലാം ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പഴയ ഡിസൈൻ മോഡിലേക്ക് പോകണം. ജസ്റ്റ് ഈ വൈറ്റ് പോർഷനിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ എഡിറ്റിംഗ് മോഡിൽ നിന്ന് വെളിയിലേക്ക് വരും. ഇനിയുള്ളത് റൊട്ടേഷൻ ടൂളാണ്. റൊട്ടേഷൻ ടൂൾ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വാല്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ നമുക്കിവിടെ മൗസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കിവിടെ റൊട്ടേഷനും കർസർ റൊട്ടേഷൻ്റെ രീതി കാണിക്കും. നമുക്കിത് ഇങ്ങനെ റൗണ്ട് കറക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് ഇതും റൊട്ടേഷൻ ടൂളാണ്. 90 ഡിഗ്രിയിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഫ്ലിപ്പ് ഹൊറിസോണ്ടലും ഫ്ലിപ്പ് വെർട്ടിക്കലും ആ 2 ടൂളാണ്. ഇത് മുകളിലേക്കും താഴേക്കും പോകുന്നത് ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നോക്കിക്കോണം, ഇത് ലെഫ്റ്റും റൈറ്റും, അതായത് ഫ്ലിപ്പ് ഹൊറിസോണ്ടലാണ്. ഇത് വന്നിട്ട് ഫ്ലിപ്പ് വെർട്ടിക്കൽ, മുകളിലേക്കും താഴേക്കും. ഓക്കെ, ഇനി ഈ 2 റെക്റ്റാങ്കിളിനെ ഇവിടെ ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ 2 റെക്റ്റാങ്കിളും ഡ്രോ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 2 റെക്റ്റാങ്കിളും സെലക്ട് ആവും. നമുക്ക് അതിനെ ഒരുമിച്ച് മൂവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു എക്സാമ്പിളാണ്, നമ്മുടെ ആപ്പ് ഡിസൈൻ എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ റെക്റ്റാങ്കിൾ ടൂൾ കാണാം. ഇത് ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ടൂളാണ്. ആ 00 ബാൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇമേജൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എല്ലാം റെക്റ്റാങ്കിൾ ടൂളാണ്. ഇതൊരു റെക്റ്റാങ്കിൾ ടൂളാണ്, ഇതൊരു റെക്റ്റാങ്കിൾ ടൂളാണ്, ഇതൊരു റെക്റ്റാങ്കിളാണ്. ഒക്കെ റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ടാണ് ഇതൊക്കെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ UI ഡിസൈനിങ് റെക്റ്റാങ്കിളിൻ്റെ ഉപയോഗം എന്തുമാത്രം ഉണ്ടെന്ന്.